ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഒക്കെ ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ടീമിനെയാണ് നമ്മൾ PR ടീം എന്ന് പറയാറുള്ളത്. ഇപ്പം നിങ്ങൾ ഈ മലയാള സിനിമകളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, അതിന് മുമ്പ് കുറേ ഇൻ്റർവ്യൂകൾ ഉണ്ടാവും. ആ ഇൻ്റർവ്യൂവിൽ കുറേ ക്ലിപ്സ് വൈറലാവും. ആ വൈറലാവുമ്പോഴത്തേനും ഇവർ ഒന്നിച്ചിട്ടുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അന്വേഷിക്കാൻ നമുക്കൊരു ത്വര ഉണ്ടാവും. നമ്മളത് നോക്കും. അങ്ങനെയൊക്കെ ആ സിനിമയ്ക്കൊരു ഹൈപ്പ് കിട്ടും. ഇതൊക്കെ PR-ൻ്റെ ഭാഗമാണ്. ഇതൊക്കെ വളരെ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരു വ്യക്തി, അതും എഗെയിൻ സിനിമയിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പറയാൻ പറ്റും. കുറേ കാലമായിട്ട് ലൈം ലൈറ്റിൽ ഇല്ലാതിരുന്ന ഒരു നടനോ നടിയോ പെട്ടെന്ന് അവർക്ക് തിരിച്ചു വരണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ എടുപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് കയറ്റാൻ പറ്റില്ല. അതിനൊരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു PR ടീമായിരിക്കും. ഏതൊക്കെ ഇവൻറ്റിൽ ഇവരെ കൊണ്ടുവരണം, ഏതൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ ഇവരെ കൊണ്ടുവരണം, എങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് ഇവരുടെ ഇമേജ് ഒന്ന് പോസിറ്റീവ്ലി ബിൽഡ് ചെയ്തെടുക്കണം. ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ ഇവൻറ്റുകൾ പോലും കണ്ടക്ട് ചെയ്യാറുള്ളത്. സാധാരണക്കാർക്ക് പലപ്പോഴും അത് മനസ്സിലാവാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരാണ് ഈ PR ടീം എന്ന് പറയുന്നത്. ഇതൊരു കോഴ്സായിട്ട് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ പറ്റും. ബാച്ചിലർ ഡിഗ്രിയിലും ഉണ്ട്, മാസ്റ്റേഴ്സ് ഡിഗ്രിയിലും ഉണ്ട്. ഇതൊന്നും കോഴ്സായിട്ട് പഠിക്കാതെ നല്ല കോമൺ സെൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബട്ട് അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ഒരു കോഴ്സായി പഠിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ്. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.